കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ കൃപ ചൊരിയണമേ. 1998 ആഗസ്റ്റ് 4-ാം തീയതി. അടുത്തതായി നമ്മുടെ ADS സെക്രട്ടറി രജനി അനീഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണ സ്വീകരിച്ചുവന്ന എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാ മെമ്പർമാരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് റിപ്പോർട്ട് വായിക്കുന്നതിന് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. 1998 ഓഗസ്റ്റ് മാസം 4-ാം തീയതി കൊടുമയിൽ അംഗൻവാടിയിൽ വെച്ച് വേൾഡ് വിഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചൈതന്യ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ്. അതിനുശേഷമാണ് സർക്കാർ കുടുംബശ്രീ എന്ന പേരിൽ സ്ത്രീകൾക്കായി യൂണിറ്റ് ആരംഭിച്ചത്. തുടക്കം മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഗ്രൂപ്പാണ് ചൈതന്യ കൊടുമേൽക്കുന്ന് എന്ന ഗ്രൂപ്പ്. ചൈതന്യ കൊടുമേൽക്കുന്ന് ആദ്യ നാളുകൾ തൊട്ടേ 15 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 13 മെമ്പർമാരായി നിലനിന്നിരുന്നു. ഇപ്പോൾ കുറെ വർഷങ്ങളായി 10 മെമ്പർമാരാണ് ഉള്ളത്. ആദ്യം ചൈതന്യ സ്വാശ്രയ സദസ് എന്ന പേരിലും 2 കുടുംബശ്രീ സ്കൂൾ അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ജീവൻ ദീപം ഇൻഷുറൻസ് പദ്ധതിയിൽ എല്ലാ മെമ്പർമാരും അംഗത്വം സ്വീകരിച്ചു. അതുപോലെ ഡയാലിസിസ് സെന്ററിലേക്കും 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാ ഓണാഘോഷ പരിപാടികൾക്കും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ വാർഡില് ഒരു കുടുംബശ്രീ ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടത്തുന്നത്. പല പുരുഷ സ്വാശ്രയ സംഘങ്ങളും ഇങ്ങനെ കുടുംബ സംഗമം ഒക്കെ എല്ലാ വർഷവും നടത്താറുണ്ട്. ഇപ്പൊ ചൈതന്യ കുടുംബശ്രീയുടെ 27ാമത് വാർഷികം കുടുംബ സംഗമമായി എല്ലാവരും ഒത്തുചേർന്ന് നടത്തുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷെ കുറെ 98 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ കുടുംബശ്രീ. ഈ വാർഷിക പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കടവ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ജൻസി ബിനോയ്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബശ്രീയുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ നിങ്ങളുടെ കുടുംബശ്രീയും അങ്ങനെ കാലത്തിന് മുൻപ് സഞ്ചരിച്ച കുടുംബശ്രീയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൽ 25ാം വാർഷികമാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ ആഘോഷിച്ചത്. എല്ലാവരും വലിയ സജീവമായ പരിപാടികളൊക്കെ നടത്തിയതായിട്ട് അറിയാം. പക്ഷെ നിങ്ങളുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് മുമ്പേ ആരംഭിച്ചു. അതൊരു സ്വാശ്രയ സംഘം എന്ന നിലയിലാണ് ആരംഭിച്ചത്. ഇപ്പൊ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വഴികാട്ടിയായി, ഒരുപക്ഷെ കമ്പനിയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വഴികാട്ടിയായി മാറാൻ നിങ്ങളുടെ കുടുംബശ്രീക്ക് കഴിഞ്ഞു. ടൂ വീലർ ഓടിക്കുന്ന സ്ത്രീയെ അംഗീകരിക്കാൻ ഈ നാട്ടിലെ സമൂഹം അന്ന് പ്രാപ്തമായിട്ടുണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ മാനന്തവാടിയിൽ ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായിട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് 25 വർഷത്തിന് മുൻപ് ആലോചിക്കാനേ കഴിയില്ലായിരുന്നു. കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് വെച്ചാൽ അതിന് പ്രാപ്തരായ സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ സമൂഹം ആ നിലയിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നാട്ടിൽ നിവർന്നു നിൽക്കാനും ഈ ഇപ്പൊ വായിച്ചതുപോലെ 70,000 രൂപ വരെയുള്ള സമ്പാദ്യമുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറാനും ഒക്കെയുള്ള കാരണം എന്ന് പറയുന്നത്.
കുടുംബശ്രീയുടെ രക്ഷാധികാരിയുമായ ശ്രീ ജെൻസി ബിനോയ് ഈ പരിപാടിക്ക് ആശംസ അറിയിച്ച 10ാം വാർഡ് മെമ്പർ സന്തോഷാണ്. നമുക്കറിയാം 98 ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട വാജ്പേയി ആണ് നമ്മുടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത്. അന്ന് പരിപാടി അറേഞ്ച് ചെയ്തിട്ട് വളരെ അവിചാരിതമായാണ് ഈ സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റിയത്. വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. പക്ഷെ ഞാൻ അന്നേ തീരുമാനിച്ചിട്ട് കുടുംബമായിട്ട് ഞങ്ങളെല്ലാവരും പങ്കെടുക്കും. പൈങ്കിളി മലർത്തേങ്കിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു ദുഃഖിക്കുമായി ഞാൻ ഞങ്ങളെ ചെറുപ്പം മുതലേ അമ്മയും കുടുംബശ്രീക്ക് വേണ്ടി ഞായറാഴ്ച പോകുന്നതൊക്കെ ഓർമ്മകളാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങളെ വീട്ടിലെത്തി ഞങ്ങൾ കുടുംബശ്രീക്കൊക്കെ പോകും. തമ്പൂരാനെത്തിടും മുമ്പേ കഴിഞ്ഞടുക്കോര പരിചാട്ടേ താരക പെണ്ണാടേ ും